പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വലിയ രൂക്ഷമായ വിമർശനം തന്നെയാണ് സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. സമുദായത്തിന്റെ പിന്തുണ നേടി വിജയിച്ച ശേഷം പിന്നീട് സമുദായ നേതാക്കളുടെ പിന്തുണ നിരങ്ങില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഞാൻ വർഗീയവാദിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദി. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പം മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. രമേശ് ചെന്നിത്തല പറയട്ടെ. ഞാനെന്നെ കാറ് കിട്ടില്ല, എന്നെല്ലാം ഉത്തരം ഞാൻ സുബാനൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം. 80 കൊല്ലങ്ങൾക്ക് മുമ്പ്, സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത്. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു നേതാവ് ഇവിടെ വന്ന് പോയ നേതാവ് NSSൻ്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ്? സമുദായ സംഘടനകൾ തിണ്ണകയറി നിരങ്ങരുതെന്ന് പറഞ്ഞത്. എന്നിട്ടത് ഈ അടുത്ത ദിവസം എന്തെന്ന് ചെയ്തു? ഈ വലിയ തത്വം പറയുന്നവർ കനാനായ സഭയുടെ തിരുമേനി ആരെ കാണാൻ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലം വീണ്ടു. എന്തിനാ അങ്ങതേ പോയ? എന്തിനാ പോയത്? അപ്പം അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും വാക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ VD സതീശനെതിരെയുള്ള പരാമർശങ്ങളാണ് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഐക്യത്തിന് പിന്നിൽ VD സതീശന്റെ പേരാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സതീശനാണോ പ്രശ്നം? അമൃത, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കുകളുടെയും ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF അധികാരത്തിലേക്ക് എത്തിയേക്കുമെന്ന ഒരു ചിന്ത പൊതു ഇടത്തിലുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലിലാണ് UDF നേതാക്കൾ അടക്കമുള്ള ആളുകളും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് പോലും ഉയർത്തിക്കൊണ്ടുവരുന്ന നിലത്തിലേക്ക് VD സതീശൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു ആരോപണം, വലിയ തോതിൽ അക്രമം അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള കടന്നാക്രമണം VD സതീശനെതിരെ പ്രധാനപ്പെട്ട 2 സമുദായ സംഘടനകളുടെ നേതാക്കൾ ഉയർത്തുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്വാഭാവികമായും അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്, അതിനെന്തെങ്കിലും തരത്തിലുള്ള ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം വലിയ തോതിൽ സജീവമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. 2 തരത്തിലാണ് നമുക്കതിനെ കാണേണ്ടത്. ഒന്ന്, കോൺഗ്രസിനെ അല്ല അല്ലെങ്കിൽ UDFനെ അല്ല NSSും SNDPയും ലക്ഷ്യമിടുന്നത്. അതിനപ്പുറത്തേക്ക് VD സതീശൻ എന്ന നേതാവിനെ മാത്രമാണ്. VD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് NSSും SNDPയും മാറുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കോൺഗ്രസിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളൊക്കെ കൃത്യമായി നമുക്ക് വിലയിരുത്തിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ VD സതീശൻ്റെ നിലപാടുകൾക്ക് പാർട്ടിയിൽ വലിയ തോതിൽ അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി VD സതീശൻ അല്ലാതെ മറ്റൊരു പേരുമില്ല എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ സതീശനല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് VD സതീശനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് VD സതീശനുമായി കഴിഞ്ഞ കുറേ നാളുകളായി ഉടക്കി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിന് പല കാരണങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, വർഗീയ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള നേതാവ് VD സതീശനാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത കാര്യമാണത്. അതായത് നേരത്തെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പരാമർശങ്ങളെ
തുറന്നെതിർക്കുന്ന നിലപാട് വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അത്തരം വർഗീയ നിലപാടുകൾ പറയുന്ന വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെയും തുറന്നടിക്കുന്നുണ്ട് വി ഡി സതീശൻ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഏറ്റവും ഒടുവിൽ കാന്തപുരത്തിൻ്റെ യാത്രയുടെ സമാപന ചടങ്ങിൽ പോലും മുഖ്യമന്ത്രിക്കെതിരായ ആയുധമായി, രാഷ്ട്രീയ ആയുധമായി വി ഡി സതീശൻ ഉയർത്തിക്കൊണ്ടുവന്നത് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ സംരക്ഷിച്ചു നിർത്തുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിനെതിരെയാണ്, നിലപാടിനെതിരെയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് എന്നും എടുത്ത നേതാവാണ് വി ഡി സതീശൻ. അത്രമേൽ ശക്തമായ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി തന്നെ വി ഡി സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി വെള്ളാപ്പള്ളി ഉയർത്തിക്കൊണ്ടുവരുന്നുമുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളിക്ക് മറുപടി പറയാനില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയ രാഷ്ട്രീയത്തോട് മാത്രമാണ് താൻ സന്ധിയില്ലാതെ പോരാടുന്നതെന്നും താൻ മറുപടി പറയുന്നതെന്നും എന്ന നിലപാടായിരുന്നു വി ഡി സതീശൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പോൾ നോക്കൂ, വെള്ളാപ്പള്ളി ഇന്നലെ NSS നേതാവ് സുകുമാരൻ നായരെ അവിടെ ആസ്ഥാനത്ത് പോയി കാണുന്നു. അതിനുശേഷം ഒരു സമവായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു, ഒന്നിച്ചു പോകാമെന്ന നിലപാടെടുക്കുന്നു. അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപനത്തിന് ശേഷമാണ്